ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് ആര്യ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് കിട്ടിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണമൊക്കെ വരാൻ പോകുന്നത്, അപ്പോൾ കുറച്ച് ജ്വല്ലറികൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ജ്വല്ലറി എന്ന് പറയുമ്പോൾ രണ്ട് ജ്വല്ലറി സെറ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്, ഒന്ന് ഞാൻ ഓബൈ ഓസിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ 2 ഇയേഴ്സ് ആയിട്ടോ. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കൂടി ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അത് വാങ്ങിയ സമയത്ത് ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അതിൻ്റെ കളർ മാറിയിട്ടുണ്ടോ, അതിൻ്റെ മുത്ത് എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റാണ്. അതിൻ്റെ കമ്മൽ എൻ്റെ കയ്യിലില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അതിന് 350-400 രൂപേൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ. നമുക്ക് സെറ്റ് സാരി അല്ലെങ്കിൽ ധാവണി, പട്ടുപ്പാവാട ഇതിൻ്റെ കൂടെയൊക്കെ നന്നായി മാച്ചായി പോകുന്നൊരു ജ്വല്ലറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യായിട്ട്. അപ്പോൾ കൂടുതലും ബ്യൂട്ടി കണ്ടൻസ് ആണ് ഇടാറുള്ളത്. അപ്പോൾ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് ഓബൈ ഓസിയുടെ ജ്വല്ലറിയാണ്. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടതാണ് കേട്ടോ ആ വീഡിയോ. ആ സമയത്ത് ഓബൈ ഓസിന് ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ ആയി, ഓണമൊക്കെ ആയില്ലേ, അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ഒന്നും കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 ഇയേഴ്സ് ആയില്ലേ, അപ്പോൾ അതിൻ്റെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓബൈ ഓസിന്ന് വാങ്ങിയ ജ്വല്ലറി മീഷോന്ന് വാങ്ങിയ ജ്വല്ലറി കൂടിയിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ക്വാളിറ്റിയും വെച്ചിട്ടല്ല, പ്രൈസ് വെച്ചിട്ടായിരുന്നു ഞാൻ കമ്പയർ ചെയ്ത്. ക്വാളിറ്റി വെച്ച് നോക്കും മീഷോ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഓബൈ ഓസിന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു ജ്വല്ലറി സെറ്റ്, ഇതൊരു കമ്മലും കൂടി ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് അതിൻ്റെ കമ്മലും വരുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ കമ്മലും വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്വല്ലറി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 വർഷമായിന്ന്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. 100 രൂപയ്ക്കും 10 രൂപയ്ക്കും കൊടുക്കുന്ന ജ്വല്ലറിയാണ് ഓബൈ ഓസിൽ സെയിൽ ചെയ്യണത്, ക്വാളിറ്റി ഇല്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ജ്വല്ലറി 2 വർഷമായിട്ട് വാങ്ങിയിട്ട്. ആ സമയത്ത് ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു വളവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഈ വളവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതല്ലാണ്ട് ഇതിന് വേറൊരു ഇഷ്യൂ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ജ്വല്ലറി സെറ്റിന് കമ്മലും കൂടി അടങ്ങുന്ന ഈ ഒരു നെക്ലസ് സെറ്റിന് വേണ്ടിയിട്ട് 1200 ഞാൻ കൊടുത്തത്. ഷിപ്പിംഗ് ചാർജും കൂടി കൊടുത്തിട്ടാണ് തോന്നുന്നത് ഞാൻ കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ 2 വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ ഈ ഒരു ക്വാളിറ്റിയിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഇതിൻ്റെ കളറ് ഒന്നും പോയിട്ടില്ല. ഞാൻ അങ്ങനെ വലിയ രീതിയിൽ കെയർ ഒന്നും ചെയ്യാതെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട ഒരു ജ്വല്ലറി തന്നെയാണിത്. നന്നായി രീതിയിൽ കെയർ ചെയ്ത് പ്ലാസ്റ്റിക് കവറിലാക്കി നന്നായി പൊതിഞ്ഞ് അങ്ങനെ വെച്ചിട്ടില്ല, ഒരു ബോക്സിലാക്കി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഈ കല്ല് മുത്ത് ഇതൊന്നും പോയിട്ടില്ല കേട്ടോ. ഈ കല്ലൊന്നും പോയിട്ടില്ല, എല്ലാം അതുപോലെ തന്നെയുണ്ട്. പിന്നെ ചിലതൊക്കെ കറുക്കും. ഇതിന് കറുക്കണ ഒന്നും വന്നിട്ടില്ല. കറുപ്പോ അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് ഡിമ്മാവേ കളറ് പോവേ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ മെയിനായിട്ടും ഇത് നമ്മൾ വാങ്ങിയ സമയത്ത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ഒരു ജ്വല്ലറിൻ്റെ മെയിൻ പ്രത്യേകത എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ജ്വല്ലറി നമ്മൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ആരും ഇത് ഗോൾഡ് അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ പറയില്ല. ഇത് ഗോൾഡ് തന്നെയാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ. അത്രയും ഫിനിഷിങ് അതേ കളറാണ്. ഒട്ടും നമുക്ക് ഒരാളും പറയില്ല ഇത് എന്താണ് ജ്വല്ലറി സ്വർണ്ണം അല്ല എന്ന് ഒരാളും പറയില്ല. ഒറ്റ നോട്ടത്തിൽ ഇത് ഗോൾഡായിട്ട് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ 2 വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ജ്വല്ലറി സെറ്റ് തന്നെയാണ്. അപ്പോൾ 1200 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയതിൽ എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നില്ല. ഇനിയിപ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ ഒരു 5 കൊല്ലമൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ക്വാളിറ്റി ഓബൈ യൂസ് ചെയ്യുന്ന എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയായിരുന്നു. ഇപ്പോഴും അതിന് എന്താ പറയുക, വാങ്ങി അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓബൈ യൂസ് ചെയ്യുന്ന വാങ്ങണതായിരിക്കും നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ കൊടുത്ത ഒരു പ്രൈസിന് വർത്തായിട്ട് തന്നെ ഉള്ള ഒരു ജ്വല്ലറി സെറ്റാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് കേട്ടോ. കുറച്ചൊക്കെ റേറ്റ് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കേണ്ടത്, ലോങ് ലാസ്റ്റിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, 1 ടൈം പർച്ചേസ് ഒരുപാട് കാലത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓബൈ യൂസ് ചെയ്യുന്ന വാങ്ങാം. നല്ലൊരു ഓപ്ഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വാങ്ങിയൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഓബൈ ഓസിയുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കാണിച്ചു തരുമ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെറും 350 രൂപ റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളൊരു ജ്വല്ലറി സെറ്റാണ് കേട്ടോ. നെക്ലസും കമ്മലുമാണ് വരുന്നത്. അപ്പോൾ ഇത് വെറും 350 ആ ഒരു റേറ്റിലാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ അവിടെ എവിടെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റ് ഞാൻ ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. 1 ടൈം പർച്ചേസ് ഒരു തവണ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അത് വാങ്ങിയത്. പക്ഷേ ഇത് ഇട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് കഴുത്ത് നിറഞ്ഞ് കിടക്കും. ഒരു പീസ് ഇട്ടാൽ മതി, കഴുത്ത് നിറഞ്ഞ് കിടക്കും കേട്ടോ.
അതായത് ഒരു മുഖത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും ഈ ഒരു സെറ്റ് ഇടുകയാണെങ്കിൽ. ഇത് നമുക്ക് ഓണമൊക്കെ അല്ല, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓണത്തിന് ഒരു ജ്വല്ലറി വാങ്ങണം എന്ന് ഉണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് 350 രൂപ 400 രൂപേൻ്റെ ഉള്ളിൽ റേറ്റിലാണ് ഇത് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. ഇത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ അറിയുള്ളൂ. ഇതിൻ്റെ കമ്മലിൻ്റെ ഫോട്ടോയും ഞാൻ അവിടെ കൊടുക്കട്ടെ. കമ്മൽ എൻ്റെ അടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് കേട്ടോ. ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് കളർ പേൾസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. ഇത് ശരിക്കും നേരിട്ട് കാണാൻ ശരിക്കും ഒരു നല്ല ഫിനിഷിങ് ഉണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഗോൾഡ് അല്ല എന്ന് പറയും കേട്ടോ. അത് കാണുമ്പോൾ ഗോൾഡ് അല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു ഫിനിഷിംഗ് ആണ് കൂടുതൽ. പക്ഷേ ഞാനിത് വാങ്ങിയിട്ട് ഒരു വർഷം ആവാൻ പോകുന്നു. ഇതിൻ്റെ കളറൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. കല്ലൊന്നും നമ്മൾ നേരെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കല്ലൊന്നും പോവില്ല കേട്ടോ. നമുക്ക് ഒരു തവണ വാങ്ങിയാലും നമുക്ക് കുറച്ച് നാൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് വേണം ഇത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാൻ, അല്ലെങ്കിൽ കറുക്കാനുള്ള ചാൻസ് ഉണ്ട്, കളർ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. മുത്തൊക്കെ ചിലപ്പോൾ പോകും. അപ്പോൾ അതിനെ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും, കാരണം നമ്മൾ റേറ്റ് കുറവുള്ള ജ്വല്ലറിയാണല്ലോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്മലിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഉപയോഗത്തിൻ്റെ ജ്വല്ലറിൻ്റെ റിവ്യൂ പറയാനില്ല. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളവർ എന്തായാലും ഓണല്ല, അപ്പോൾ എൻ്റെ ഉള്ള ഒരു ജ്വല്ലറിയും കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമല്ലോ. 350-400 രൂപേൻ്റെ റേറ്റിൽ തന്നെയാണ്, ഉള്ളിൽ തന്നെ എന്തായാലും വരുള്ളൂ. ഇപ്പം എന്തോ സെയിലൊക്കെ നടക്കുന്നുണ്ട്, വേണമെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ബ്യൂട്ടി ടിപ്സാണ് കൂടുതലും ഇടാറുള്ളത് എൻ്റെ ചാനലിൽ. ഇടയിലൊക്കെ ഞാൻ വേറെ കണ്ടൻറ്റൊക്കെ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ബൈ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.